കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് റദ്ദാക്കിയത് 40 സർവീസുകളാണ്. വിമാന സർവീസുകൾ അനിശ്ചിതത്വത്തിലായതോടെ വിവിധ മേഖലയിലെ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ പ്രതിസന്ധിയിലാണ്. ടാക്സി ഡ്രൈവർമാരും ചെറുകിട കച്ചവടക്കാരും എല്ലാം വരുമാനം നിലച്ചതിന്റെ ആശങ്ക മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു. കേൾക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകമാകെ ബാധിച്ചിരിക്കുകയാണ്. ജനജീവിതത്തെ പല രീതിയിലാണ് ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയതോടെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ജീവനക്കാർ, ടാക്സി ഡ്രൈവർമാരൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രതിസന്ധിയും അനുഭവിക്കുകയാണ്. ഇപ്പോൾ ടാക്സി ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മയും അവരുടെ നേതൃത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നോർമലി ഒരു സാധാരണ ദിവസം ഒരു 160 ഡ്രൈവർമാർക്കൊക്കെ ജോലി കിട്ടും. അതിപ്പോൾ ഈ യുദ്ധം വന്നതിന് ശേഷം അത് 20, 28, 29 ബിലോ 30 മാത്രമേ ഇപ്പോൾ അതുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പട്ടിണിയിലും പരിവട്ടത്തിലും പ്രയാസത്തിലൊക്കെയാണ്. എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. അത് തന്നെ എത്ര ഉണ്ടാവുമെന്ന് അറിയാൻ കഴിയില്ല. വരുമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആശങ്കാജനകമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് പൊതുവെ ലോകത്തിന് തന്നെ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായും ഈ യൂണിയൻ തകരും. യൂണിയനും അതുപോലെ തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾ, ഈ ടാക്സി തൊഴിലാളികൾ മാത്രമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വലിയ പട്ടിണിയിലേക്ക് പോകും. വിമാനത്താവളത്തിന് സമീപമുള്ള ടാക്സി ഡ്രൈവർമാരുടെ അവസ്ഥയാണ് കേട്ടത്. വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. അതേപോലെ തന്നെയാണ് അതിന് ചുറ്റും പ്രദേശത്തുള്ളൊക്കെയുള്ള കച്ചവടക്കാരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണല്ലേ. അപൂർവമായിട്ടുള്ള കടകളെ തുറക്കുന്നുള്ളൂ. കാരണം എല്ലാവരും അടച്ചിട്ട് കണ്ടൊക്കെ ശോചനീയാവസ്ഥയാണ്. കാരണം നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണ്. അതിൻ്റെ പേര് തന്നെ പിന്നെ ഇവിടെ കുറച്ച് സ്റ്റാഫും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തുറന്ന് എടുക്കുക എന്നുള്ളൂ. നോമ്പായതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല കച്ചവടം കിട്ടുന്ന സമയമാണിത്. പക്ഷേ ഇപ്പോൾ പൊതുവെ മോശമായി. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നും പോകുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ആ ഭാഗത്ത് യാത്രക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ പൊതുവെ ആരും ഇല്ലാണ്ടായി. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന പ്രാർത്ഥനയിൽ ലോകമെമ്പാടും. അതുപോലെ തന്നെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ ഈ വിമാനത്താവളത്തിന് ചുറ്റും നിന്ന് കേൾക്കുന്നത്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.